210 ഫുൾ ഓൺ ഒറിജിനൽ കേരള വണ്ടി. ഇതാണ് ഫൈനൽ നമുക്ക് 5,70 കൊടുക്കുക. 5,70 കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളാണ്, നിങ്ങൾ ആവശ്യപ്പെട്ട വാഹനങ്ങൾ. കാരണം നമുക്ക് ഏറ്റവും സാധാരണക്കാരന്, അതായത് നമുക്കിവിടെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ തവണ ഓൾട്ടോകളുടെ നല്ലൊരു കമ്പനിയുമായ ശേഖരം, ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ, സെക്കൻഡ് ജനറേഷൻ ഓൾട്ടോ, നോവിലെ ഓൾട്ടോ 800കൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് രജിസ്ട്രേഷനിലും ആണെങ്കിലും പല പല രജിസ്ട്രേഷനിൽ വൈറ്റിലേക്ക് നല്ല കളക്ഷൻ, റെഡ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ഗംഭീര പാർട്ടിയായിട്ട് വേണമെന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് BS6 വണ്ടികൾ, BS4 വണ്ടികൾ, അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഏകദേശം 100-150ഓളം വാഹനങ്ങൾ മാക്സിമം നമുക്ക് ഫുൾ ഓണിലൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഡീസൽ, ഓട്ടോമാറ്റിക് സെഡാനുകൾ, 7 സീറ്ററുകൾ, ഇന്നോവയൊക്കെ 180 ഇന്നോവയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആയിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാഫിക്ക്, നമ്മുടെ സണ്ണിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാലി എന്ന സ്ഥലത്ത് വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് സ്ഥലം ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ പേരിലൊക്കെ കൊണ്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരും. ഞാൻ ഗൂഗിളിലാണ് അടിച്ചാലും സൺ ഓട്ടോ കൺസൾട്ടൻ്റ് അടിച്ച് പുത്തനത്താണി അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. ഇനി ഒന്നുകൂടെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ, നമ്മുടെ പുതിയ ഹൈവേയിൽ നമ്മൾ വളാഞ്ചേരിക്കും കോട്ടക്കലിനും ഇടയിലായിട്ട് പുത്തനത്താണി നമ്മൾ തിരുനാവായ റൂട്ടിലേക്ക് കയറിയിട്ട് നേരെ തിരൂർ റോഡിലേക്ക് തിരിഞ്ഞ് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഇല്ല, അത്രയും നമുക്ക് വരുന്നുള്ളൂ. രണ്ടാലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് നമുക്ക് ഓൾട്ടോ 800കളിലാണ് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ KL 54 പൊന്നാനി രജിസ്ട്രേഷനിൽ റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു റാഫിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2016-17 രജിസ്റ്ററുള്ള വണ്ടി, VXIയിൽ വരുന്ന വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ കൊടുക്കാം, ഒരു രൂപങ്ങൾ തരണ്ട. വണ്ടി ട്രാക്ക് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അങ്ങ് കൊണ്ടുപോകാം അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്ന 2,10,000 കൊടുക്കാം. 210 ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഓടിക്കുന്നത് 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്, അതും ഏറ്റവും ഫുൾ ലോഡ് VXI ഓപ്ഷനാണ്. ഫുൾ ഓണിൽ നമുക്ക് വണ്ടി ഉണ്ടാവും. മൈലേജ് ഒരു 20 കിട്ടും ചെയ്യില്ല. മൈലേജ് ഉണ്ടാവും, നമ്മൾ പറയേണ്ട ആവശ്യം. ഞാൻ ആരെങ്കിലൊക്കെ ഞാൻ അതും പറയും, മൈലേജ് പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് നമുക്ക് ഒരു 18-20 മൈലേജും കിട്ടും. ദെൻ വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു കളർ, സെയിം കളറിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രില്ല് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുള്ള മോഡല്, അതും 55 ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയാണ് അല്ലേ? 2012 മോഡല് LXI ആണ് വരുന്നത്. ഓക്കെ, ഇതും ക്ലീൻ വണ്ടിയാണ്. ഒരു 16-നെക്കാട്ടി വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 1,70,000. 170. ഇന്ത്യയിലൊക്കെ നമുക്ക് നല്ല പെട ഇന്ത്യർ ഒന്നും ചെയ്യിക്കാനല്ല, നേരെ പെട്രോൾ അടിച്ച് അങ്ങ് ഓടിയാൽ മതി അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ മാക്സിമം അല്ല, ഇതിന് നമുക്കൊരു 10-30 രൂപ മുടക്കേണ്ടി. 30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല? അതാണ് വീണ്ടും നമുക്ക് സെയിം ഓപ്ഷൻ തന്നെയാണ്. മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 14 വണ്ടി VXI LXIയിൽ വരുന്ന വണ്ടി തന്നെയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 1,90,000. ഒരു 1,70 നമുക്ക് ലോൺ കിട്ടും. 1,70 നമുക്ക് ലോണും ചെയ്യാം. 20 രൂപ വണ്ടി ഇറങ്ങാം. ഞാൻ അടുത്തോണ്ട് BS6 വേരിയന്റിൽ ഒരു വാഹനം അല്ല? മോഡൽ 2019-20 രജിസ്റ്റർ ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും നമുക്ക് മാക്സിമം ഫുൾ ഓൺ ആയി കിട്ടണം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. BS6 ആണ്. ഇതിൽ നമുക്ക് എയർ ബാഗും വരുന്ന മോഡലാണ് അല്ലേ? എയർ ബാഗ് അടക്കം വരുന്ന മോഡലാണ്. അതും KL 55 ഇവിടെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗിൽ അല്ല, BS6 വേരിയന്റ് വാഹനം അല്ല? ഇനി നമ്മുടെ വീണ്ടും നമുക്ക് ഒരു 800 തന്നെയാണ്. നമ്മൾ റേറ്റ് പറഞ്ഞിട്ടില്ല, 2,90,000 രൂപ. 290 ബെസ്റ്റ് പ്രൈസിന് BS6 വണ്ടി ഫുൾ ഓൺ അല്ലേ? ഞാൻ അടുത്ത വീണ്ടും ഒരു വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഫുൾ ഓൺ കിട്ടും. 2018 LXI വണ്ടിയാണ്. LXI ഫുൾ ഓൺ 65,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് നമുക്ക് ആവശ്യപ്പെടുന്നത് 2,40,000 രൂപ. 2,40,000 ലോൺ കൊടുക്കും. ലോൺ ചെയ്യാം. അടുത്ത് വീണ്ടും ഇതാണ് KL 65 65, അതായത് തിരുവരങ്ങാട് രജിസ്ട്രേഷൻ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡല്, ഫുള്ള് ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് ഓടിക്കുന്നത് 60,000 ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. ഇത് നമുക്ക് ഫൈനൽ നമുക്കൊരു 1,85 രൂപ. 1,85. 10 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ തന്നെ ചെയ്യാമല്ലോ. വീണ്ടും നമുക്ക് അതിന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ 800 അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 വണ്ടി. ഇത് നമുക്ക് 1,75 കൊടുക്കാം. 1,75 അല്ലേ? ഇത് മൈലേജ് ഒക്കെ 20 തന്നെയാണ്. ഇതിനൊക്കെ മൈലേജ് അല്ല, നമുക്ക് 20 എന്തായാലും പറയാം. ഫുൾ ഓൺ മാക്സിമം കിട്ടുന്ന വണ്ടിയാണ്. 1,80 ഫുൾ ഓൺ അല്ലേ? ചെയ്യാം. ദെൻ വീണ്ടും നമുക്ക് ഓൾട്ടോ 800 തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2015 മോഡലും LXI ആണ്. ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഫൈനൽ ആണെങ്കിൽ 1,90,000 ആവശ്യപ്പെടുന്നത്. മാക്സിമം ലോൺ നമുക്ക് കൊടുക്കും. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് ഓൾട്ടോ 800 ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2017 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 2,4 ആവശ്യപ്പെടുന്നത്. ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. നമുക്ക് ഫുൾ ഓൺ എടുക്കാം. 2,4 വണ്ടി, KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം. നമ്മൾ കിഡിന് പറഞ്ഞിരിക്കുന്ന EMI കുറഞ്ഞിട്ടും നമ്മളൊരു ബൈക്കിനൊക്കെ വരുന്ന ഒരു EMI നമുക്ക് വണ്ടി ഇറക്കാം. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. 800 എങ്ങനെയായിരുന്നു? ഇത് 2002 മോഡൽ വണ്ടി.
ഇതാണ് 35,000 രൂപ കൊടുക്കാം. വെറും 35,000 രൂപയ്ക്ക്. പേപ്പർ എങ്ങനെയായിരുന്നു? പേപ്പർ ഫുള്ള് ക്ലിയർ, 27 എല്ലാ പേപ്പർ, 27 ഫുള്ള് പേപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ. അടുത്ത ഇനി മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് കിട്ടുന്ന വാഹനമാണ് ലോഗൺ അല്ലേ. വെറും 50,000 കിലോമീറ്റർ കൂടി 50,000 കിലോമീറ്റർ കൂടി വണ്ടി അല്ലേ. ഇത് പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും അല്ലേ. പിന്നെ നമുക്ക് ബോഡി ക്വാളിറ്റി എപ്പോഴും നല്ല പക്കയാണ് വണ്ടി അല്ലേ. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. വെറും 50,000 കിലോമീറ്റർ. റേറ്റ് എത്ര പറഞ്ഞ റാഫിക്ക? ഇത് നമ്മൾ ആവശ്യപ്പെട്ടത് 75 രൂപ കൊടുക്കും. വെറും 75 രൂപ കേട്ടോ. അടുത്ത ഇതാണ് 7 സീറ്റർ ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഡാറ്റ്സിന്റെ ഗോ പ്ലസ് നല്ല കളക്ഷൻ വരുന്നുണ്ട്. പക്ഷെ തന്നെ വൈറ്റിലൊരു വാഹനം. അത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 മോഡല് 190 കൊടുക്കും. 190 7 സീറ്റർ ആണ്. മാക്സിമം ലോണും കിട്ടും, 170 വരെ ലോൺ കിട്ടും. 170 ലോൺ കിട്ടും. 7 സീറ്റർ വാഹനമാണ്. ഒരു 6,000 രൂപ EMI വരുള്ളൂ 7 സീറ്റർ വാഹനം. ഞാൻ ഇതിന്റെ നേരെ അനുജൻ എന്ന് പറയാം അല്ലേ. അതേ മോഡലിൽ ഗോന്റെ 5 സീറ്റർ അല്ലേ. ഇത് 2015 മോഡൽ വരുന്നത് വണ്ടി. ഇത് നമുക്ക് മാക്സിമം ലോൺ കിട്ടും. ഇതാണെങ്കിൽ നമുക്ക് 185 കൊടുക്കും. 185 അത്യാവശ്യം മൈലേജ് കിട്ടും. സിംഗിൾ ഓണർ വണ്ടിയില്ല. ഇത് വീണ്ടും സെയിം മോഡൽ തന്നെയാണ്. ഗോന്നെയാണ് 5 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 170 കൊടുക്കാം. 170 നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 20 രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. ഇനി ഫ്ലൂയിഡിക് i20. ഫ്ലൂയിഡിക് i20 ഒക്കെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ ഇവിടെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വണ്ടി. ഇതിൽ ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ. മറ്റേ നമുക്ക് സ്പോർട്സ് ആയിരുന്നു. ഇത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ. ഇത് ഡീസൽ ആണല്ലോ വരുന്നത്. ഡീസൽ നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടാണ്, പെർഫോമൻസ് ആണ്. മൈലേജ് ആണെങ്കിൽ 18-20 മൈലേജും കിട്ടൂല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ആവശ്യം 240 2 രൂപ വരെ ലോൺ കൊടുക്കാം. ലോൺ കിട്ടാം. ഇനി നമുക്ക് നിസാനിൽ മൈക്ര അതേപോലെ റെനോൾട്ടിൽ വരുമ്പോൾ നമുക്ക് പൾസ്, അതായത് മൈക്രന്റെ സെയിം തന്നെയാണ്. നല്ല മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടി, പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. ഇതാണെങ്കിൽ 180 കൊടുക്കാം. 2012 മോഡൽ വണ്ടി. 12 മോഡൽ ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഏകദേശം 24 മൈലേജ് കിട്ടും. സെയിം മൈക്രയാണ്. ആ ഒരു ബാഡ്ജിങ്ങിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. രണ്ട് കമ്പനി ആയിട്ട് ഇറങ്ങണമെന്നുള്ള സെയിം ആണ്. ഉണ്ടായും കീഴുള്ള പോലെ തന്നെ റെനോൾട്ടും നിസാനും. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നതാണ്? 180 കൊടുക്കാം. 180 മാക്സിമം ലോൺ ചെയ്യാം. ഇത് ഓൾട്ടോന്റെ ഫസ്റ്റ് ജനറേഷൻ. ഇത് എങ്ങനെയായിരുന്നു? 2027 പേപ്പർ കാര്യങ്ങൾ LXi ആണ്. ഇത് 80 രൂപ. ഒരു 80 രൂപയ്ക്ക് 27 പേപ്പറുള്ള വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇനി അടുത്തൊരു ഓൾട്ടോ കേട്ടൺ വൈറ്റ്. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക്. വെറും 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർഷിപ്പ്. ഇത് ഫുൾ ഓൺ ആയി മാക്സിമം ഫുൾ ഓൺ ആയി കൊടുക്കുക അല്ലേ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 3,03,000 രൂപ ആവശ്യപ്പെട്ട് 340 ലോൺ കൊടുക്കാം. 340 ലോണും കൊടുക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡോർ മാറിയിട്ട് അതിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ബാക്കിയൊന്നുമില്ല. മേജറായിട്ട് പ്രശ്നങ്ങൾ അപ്രോണ് കാര്യങ്ങളൊന്നും പോകാത്ത വണ്ടിയാണ്. അടുത്ത് BMW അല്ലേ. ഇത് ഏതായിരുന്നു സീരീസ്? ഏതായിരുന്നു? 5 സീരീസ് 2007 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. 5 സീരീസ് ആണ്. SKL 46 രജിസ്ട്രേഷന് ഗുരുവായൂർ അല്ലേ. അതെ. എങ്ങനെയായിരുന്നു പിന്നെ മോഡലൊക്കെ വരുന്നത്? 2007 27 പേപ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനൽ കേരള വണ്ടി. ഇതാണ് ഫൈനൽ നമുക്ക് 5AV കൊടുക്കാം. 5AV കേട്ടോ. ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള BMന്റെ 5 സീരീസ് കിട്ടൂല. ലോൺ കിട്ടാത്തതുകൊണ്ടാണ് വണ്ടി ഇവിടെ ലോൺ കിട്ടില്ല. റെഡി ക്യാഷ്. അപ്പോൾ ഇത് റെഡി ക്യാഷ് നോക്കുന്നവർക്കൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് ആ റേറ്റിലാണ് BM കൊടുക്കുന്ന ഒറിജിനൽ കേരള വണ്ടി അല്ലേ. ഇത് നമുക്ക് സ്കാല അല്ലേ. സ്കാല 2016 മോഡൽ വണ്ടി. ഇതും ചെറിയ ബഡ്ജറ്റിൽ ലോണ് മാക്സിമം കിട്ടാൻ പ്രയാസമാണ് കിട്ടല്. കിട്ടണമെങ്കിൽ ചെറിയ ലോൺ കിട്ടുള്ളൂ. ഇത് ഡീസൽ അല്ലേ വണ്ടി? 20 കിലോമീറ്റർ മേലെ മൈലേജ്. 24. അതായത് സണ്ണി തന്നെയാണ് സാധനം. സണ്ണി മൈക്ര എന്നൊക്കെ പറഞ്ഞ സെയിം എഞ്ചിനാണ്. ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാ, നല്ല ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 180 അല്ലേ. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന 2,70,000 രൂപ. 270 നമുക്ക് ചെറിയ. ഇതാണ് നേരെ അതിന്റെ നിസാനിൽ സണ്ണി. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? കേരള 2012 മോഡൽ വണ്ടി. ഇത് 2.5 രൂപ കൊടുക്കാം. വെറും 2.5 രൂപ. ബട്ടർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് കിള്ളാൻ വണ്ടി അല്ലേ. ഇതാ വീണ്ടും അതിന്റെ ഒരു കളർ ഓപ്ഷൻ, മറ്റൊരു കളറാണ്. അതും അതേ മോഡൽ തന്നെ 2012 ഒറിജിനൽ കേരള 2.5 രൂപ കൊടുക്കാം. 2.5 രൂപയ്ക്ക്. ലോണൊക്കെ എത്ര അറിയാൻ പറ്റും? ലോൺ 2 രൂപ വരെ 19 വണ്ടി ഇറക്കാം. നല്ല സ്പേഷ്യസ് ആണ്. ഫീച്ചേഴ്സ് ഉണ്ട്. റിയൽ AC വെന്റ്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് ഫീച്ചേഴ്സ് ഉണ്ട്. ചെറിയ പ്രൈസിന് മൈലേജ് ഇടുന്ന വണ്ടി അല്ലേ. ഇതാ സെയിം കളറിൽ വീണ്ടും ഒരു സണ്ണി. ഇത് എത്ര ചോദിക്കുന്നത് നമ്മൾ? 14-15 രജിസ്റ്റർ ഉള്ള വണ്ടി. ഇത് നമുക്ക് 2AV കൊടുക്കാം. 2AV നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തോണ്ട് ഒരു ഐട്ടൺ അല്ലേ. ഐട്ടൺ സ്പോർട്സ് അല്ല ആസ്ട്ര എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ. എത്ര ചോദിക്കുന്നത് നമ്മൾ? സൺറൂഫ് ഒക്കെ വരുന്നതാണ്. ഇതാണെങ്കിൽ നമുക്കൊരു ഈ ഒരു ബഡ്ജറ്റിൽ സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ. 1.25 രൂപ കൊടുക്കാം. 1.25 സൺറൂഫിൽ സൺറൂഫ് ഒക്കെ വരുന്ന ഐട്ടണ് ബെസ്റ്റ് പ്രൈസിന്. ദെൻ വീണ്ടും ഒരു സാൻഡ്രോ. 2006 മോഡല് 80 രൂപ കൊടുക്കും. വെറും 80 രൂപ അല്ലേ. അടുത്ത് നമുക്കൊരു ഗെറ്റ്സ് വരുന്നുണ്ട്. അലോയ്സ് 2008 മോഡല്. ചെക്കന്മാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ 80 രൂപ കൊടുക്കാം. 28 പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എത്ര ചോദിക്കുന്നത്? 80 രൂപ. 80 രൂപ അല്ലേ. അടുത്ത നമ്മൾ ഡീസലില് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു
ഫോർഡ് ഫിഗോ അല്ലേ? 2012 സിംഗിൾ ഓണർഷിപ്പാണ്. ഇതാണ് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടുന്ന വാഹനം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ഒരു A സ്റ്റാർ വരുന്നുണ്ട്. ഇത് എങ്ങനെ റേറ്റ് വരുന്നത്? വൃത്തിയാക്കാണ്ട് 2011 വണ്ടിയാണ്. എത്ര ചോദിച്ചിട്ടാണ് 1.25 രൂപ കൊടുക്കാം. 1.25 രൂപ അല്ലേ? അടുത്ത തവണ ഒരു വാഗ്നർ, ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2010 മോഡൽ പുതിയ പേപ്പറിലാണെങ്കിൽ 1.70 കൊടുക്കാം. 1.70 പുതിയ പേപ്പറിൽ ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്കൊരു 1 to 1.25 രൂപ ചെയ്യാം. ലോൺ ചെയ്യാം. ദെൻ വീണ്ടും നമുക്ക് അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ വാഗ്നർ എങ്ങനെയായിരുന്നു? 2006 മോഡൽ നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. ഇത് പേപ്പർ പുതിയ എടുത്തിട്ടാണ് 90,000 രൂപ. 90,000 രൂപയ്ക്ക് ചെയ്യാം പുതിയ പേപ്പറിൽ കേട്ടോ. ഇത് നമുക്ക് വിയോൺ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡ് ഫിനിഷിങ് എങ്ങനെയായിരുന്നു മോഡൽ? കാര്യം 2011 മോഡലാണ്. 1.25 രൂപ കൊടുക്കും. 1.25 അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോൺ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമോ? 1 രൂപ ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ? ഞാനൊരു വൈറ്റ് ഫിനിഷിങ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 മാഗ്ന പ്ലസ് ആണ്. ഇത് നമുക്ക് ഫുൾ ലോൺ ആയി കിട്ടും. 1.70 കൊടുക്കും. 1.70 ഫുൾ ലോൺ അല്ലേ? അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഫീച്ചേഴ്സും നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം. അതായത് നമുക്ക് വീണ്ടും ഒരു 7 സീറ്റർ. ഇത് നമുക്ക് പെർമിറ്റിൽ വരുന്ന ഒരു വാഹനമാണ്. പേപ്പർ കാര്യങ്ങളൊക്കെ ഫുൾ പക്ക എഴുതി എറണാകുളത്ത് ഓടിയുന്ന വണ്ടി തന്നെയാണ്. ആവശ്യക്കാർക്കാണെങ്കിൽ ഓടാം. ഇതാണെങ്കിൽ നമുക്കൊരു ഇഞ്ചിന്റെ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത വണ്ടി. 90,000 രൂപ ചിലവാക്കി ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന 1,70,000 രൂപ. 1.70. അപ്പോൾ എഞ്ചിൻ സൈഡ് നമ്മൾ നോക്കിയേ വേണ്ട, അത്ര നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന വണ്ടിയില്ല. ഇത് നമുക്ക് പച്ചക്കോളീസ് അല്ലേ? 2004 പേപ്പർ പുതിയത് പേപ്പർ എടുത്താണ്. കുറച്ച് കേരള വണ്ടി തന്നെയാണ്. ഓക്കെ. ഇതാണെങ്കിൽ നമുക്ക് 1,70,000 രൂപ കൊടുക്കും. 1.70. നമുക്ക് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ചെയ്യില്ല, പുതിയ പേപ്പർ വണ്ടി. ഇത് നമുക്കൊരു കിഡ്ലം വണ്ടിയാണ്. എൻഡോവർ 2004 മോഡൽ. ഇത് ചില ആൾക്കാർ തിരഞ്ഞെടുക്കുന്നുണ്ട് വണ്ടിക്ക്. ഫുൾ ബ്ലാക്ക് വണ്ടി. ബ്ലാക്ക് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഇതാണ് നമുക്ക് ആവശ്യപ്പെടുന്ന 2,70,000 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കും. 2.70 ഫൈനൽ അല്ലേ? ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണോ വരുന്നത്? ഇതിന്റെ ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ അല്ലേ? എത്ര ചോദിക്കുന്നതാണ്? 2.70 കൊടുക്കും. 2.70 അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തവണ സണ്ണിലായിരുന്നു. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏകദേശം 100 ചില്ലാനം വാഹനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഏതെങ്കിലും ഇൻറ്റീരിയറോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾ, വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ 100% നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ്. കാരണം നമുക്ക് ഏതൊരു വാഹനം നോക്കണേ, ഇയോൺ നോക്കണേ, ഇയോണിൻ്റെ പല കളറുകൾ, കിഡ് നോക്കണേ അതിൻ്റെ പല ഓപ്ഷൻസ്, അത് കളർ ഓപ്ഷൻസുകളുണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, അതുപോലെ സ്വിഫ്റ്റുകൾ, റിഡ്സ് ഒക്കെ നോക്കുന്നവർക്ക് വേറെ എവിടെയും പോകണ്ട അല്ലേ? ഡീസലുണ്ട്, CNG ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പെട്രോൾ ഉണ്ട്, എല്ലാ ലെവലിൽ വാഹനങ്ങളും നമുക്കുണ്ട്. അങ്ങനെ സെഡാനുകളും പ്രീമിയം വെഹിക്കിൾസൊക്കെ, ഈവൻ പ്രീമിയം വെഹിക്കിൾസ് വരെ നമുക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയിൽ നിന്ന് നമ്മൾ തിരൂർ റോട്ടിൽ രണ്ടാലിലാണ് സൺ യൂസ്ഡ് കാർസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് റാഫിക്കായിരുന്നു. അപ്പോൾ കൂടുതൽ എന്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളി. നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരും, ഈവൻ ലൊക്കേഷൻ വരെ ഷെയർ ചെയ്ത് തരും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. സ്മെറിയാസ് ആൻഡ് റാഫിക്ക സൈനിങ് ഓഫ്.